ഹായ് ഹലോ എല്ലാവർക്കും അഗി സ്റ്റോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ അതാ ഏട്ടൻ വന്നിട്ടുണ്ട്. ഒരു മെഡിക്കൽ എമർജൻസി ആയിട്ട് 10 ദിവസത്തെ ലീവിന് വന്നതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മളെ വീട്ടിലേക്ക് എത്തിയതാണ്. അപ്പോൾ നമ്മളൊന്ന് പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. മാർക്കറ്റ് സിറ്റി മാളിലേക്കാണ് പോണേ. ഇന്ന് ഫുൾ ഡേ എൻ്റെ ചിലവാണ് കേട്ടോ. ഏട്ടനത് നന്നായിട്ട് മുതലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടനൊരു ചെരുപ്പ് വാങ്ങണമായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ക്രോക്സിലോട്ട് പോയേ. എന്നിട്ട് ഇത് ഓരോന്നൊക്കെ ഇട്ട് വെക്കുകയാണ്. ഇത് ഫിക്സ് ചെയ്തു കേട്ടോ. ഇതാണ് എടുത്തത്. ഇതും രസമുണ്ടായിരുന്നു, പക്ഷേ സൈസ് കറക്റ്റ് ആയില്ല. അങ്ങനെ അതൊക്കെ അവിടെ നിന്ന് മേടിച്ചു. അല്ലുക്കുട്ടി എന്താ ജിബിറ്റ്സൊക്കെ എടുത്ത് നോക്കുകയാണ്, അവൻ്റെ ഫേവറേറ്റ്. അങ്ങനെ അതൊക്കെ അവിടെ നിന്ന് മേടിച്ചിട്ട് പിന്നെ അല്ലുക്കുട്ടന് കുറച്ച് നേരം അവിടെയൊക്കെ കളിച്ച് കറങ്ങിയൊക്കെ നിന്നിട്ട് പിന്നെ നമ്മൾ നേരെ ഷോപ്പിലോട്ട് പോയി കേട്ടോ. ഇന്ന് അല്ലുക്കുട്ടൻ്റെ ബോളും ഗോൾ പോസ്റ്റിൽ കയറിയിട്ടുണ്ടേ. ഇന്ന് എന്തോ ഭാഗ്യത്തിന് വലിയ മഴയോ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായില്ല കേട്ടോ. ഇന്നലെ വരെ മഴയായിരുന്നു. അപ്പം ഇന്ന് ഫുള്ള് വെള്ളത്തിലാവുമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ എന്തോ ഭാഗ്യം മഴയൊന്നും പെയ്തില്ല. നല്ലൊരു ക്ലൈമറ്റായിരുന്നു. പിന്നെ നമ്മൾ എബ്രോക്ക് പോയി ഏട്ടന് ടീഷർട്ട് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ 1 2 3 ഒക്കെ ഇട്ട് നോക്കി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ സൈസൊന്നും അങ്ങനെ സെറ്റായില്ല. ഞാൻ ഏട്ടനൊരു 3 ടീഷർട്ട് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏട്ടന് ഇല്ലാത്ത കളേഴ്സ് ഇതിപ്പോൾ അമ്മ വാങ്ങിക്കൊടുക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ സ്ഥലത്തൊക്കെ ഒന്ന് പോയി അവിടെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ നേരെ ഗ്രീൻ ടേബിളിലേക്ക് പോയിട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്രാവശ്യം കാർ എടുക്കാണ്ടാണ് വന്നത്, കാരണം ഇവിടെ നിന്നാണ് തിരിച്ചു പോണത്. അപ്പോൾ കാർ ഇവിടെ ഇട്ടിട്ട് പോയാൽ ഇവിടെ ആർക്കും വണ്ടി ഓടിക്കാറിയാത്തതുകൊണ്ട് അത് ബുദ്ധിമുട്ടാവും. പിന്നെ അവിടെ ആവശ്യമുള്ളതുകൊണ്ട് കാർ എടുക്കാണ്ടാണ് വന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഫുൾ ഓട്ടോയിലും പിന്നെ ബൈക്കിലും സ്കൂട്ടറിലൊക്കെയാണ് യാത്ര. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അല്ലുക്കുട്ടന് ബിരിയാണി വേണം പറഞ്ഞു. അങ്ങനെ അവന് ബിരിയാണി കഴിക്കുകയാണ് കേട്ടോ. അച്ഛൻ വന്നേ പിന്നെ അല്ലുക്കുട്ടൻ നിലത്തൊന്നല്ല കേട്ടോ, എല്ലാത്തിനും അച്ഛൻ മതി. കുളിപ്പിക്കാനും ഫുഡ് കൊടുക്കാനും ഒക്കെ അച്ഛൻ മതിയേ. അങ്ങനെ ഞങ്ങൾ മീൽസ് കഴിച്ചത് അത് കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും ഷോപ്പിൽ വന്നിരുന്നു. ഞങ്ങളവിടെ ഇരിക്കുന്ന സമയം കൊണ്ട് ഏട്ടൻ മുകളിലെ ഷോപ്പിൽ പോയിട്ട് മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി താടിയൊക്കെ ഒന്ന് ട്രിം ചെയ്ത് ഒക്കെ റെഡി ആയിട്ട് വന്നിട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി വേറെ പരിപാടിയൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ അവസാനം ഓട്ടോ ഒക്കെ കിട്ടി വീട്ടിലെത്തി കേട്ടോ. അവിടെ വീട്ടിലിരിക്കാൻ തീരെ വയ്യ കേട്ടോ അല്ലിക്കുട്ടന്. അങ്ങനെ വൈകുന്നേരം വീണ്ടും അച്ഛയുടെ കൂടെ പുറത്തേക്ക് പോവാണേ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാലേക്ക് അടുത്തിടേക്ക്.